നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സിനിമയിലെ ഉള്ളുകളികൾ പുറത്തു വന്നപ്പോൾ അങ്ങ് അന്തേരിയിൽ സിനിമാ കഥയെ വെല്ലുന്ന ക്ലൈമാക്സ്. അന്തേരി ഈസ്റ്റിൽ അനധികൃതമായി പ്രവർത്തിച്ച ഡാൻസ് ബാറിൽ നിന്ന് 24 പെൺകുട്ടികളെ പോലീസ് എത്തി രക്ഷിച്ചു. ഡാൻസ് ബാറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയത്. സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പാർപ്പിച്ചിരിക്കുക, നിരന്തരം ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുക, മർദ്ദിക്കുക, ഇതൊക്കെയായിരുന്നു ഡാൻസറിൽ ഒരാൾ നൽകിയ പരാതി. പരാതിക്കാരിയുടെ വിവരങ്ങൾ സാമൂഹിക ക്ഷേമ വകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. തുടക്കത്തിൽ ഇടപാടുകാരെന്ന വ്യാജേന ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ടതോടെയാണ് റെയ്ഡിനായി പോലീസിനെ സമീപിച്ചത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു റെയ്ഡ്. ഡാൻസ് ബാറിനുള്ള അനുമതി പത്രങ്ങളൊന്നും ഉടമകൾക്ക് ഹാജരാക്കാനായില്ല. അതുകൊണ്ട് തന്നെ ബാർ താൽക്കാലികമായി പൂട്ടി ഉടമകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പെൺകുട്ടികളെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഉടമകൾക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാവുക. അതേസമയം ഗ്രാൻഡ് റോഡിലെ ഓഗസ്റ്റ് ക്രാൻഡി മൈതാനത്തിന് സമീപമുള്ള റെസ്റ്റോറന്റ് കംബാറിൽ 2 സ്ത്രീകളെ നൃത്തം ചെയ്യാൻ പ്രേരിപ്പിച്ചതിനും വെയിറ്റർക്ക് പണം നൽകാനും ശ്രമിച്ചതിന് 4 പുരുഷന്മാർക്കെതിരായ കേസ് ബോംബെ ഹൈക്കോടതി അടുത്തിടെ റദ്ദാക്കി. 2 സ്ത്രീകളും അശ്ലീലമായി നൃത്തം ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾ എന്ന നിലയിൽ അപേക്ഷകരുടെ പ്രസക്തമായ സ്ഥലത്തും സമയത്തും സാന്നിധ്യം മാത്രം മതിയാകില്ലെന്ന് ജസ്റ്റിസുമാരായ അജയ് ഗഡ്കരിയുടെ ബെഞ്ച് പറഞ്ഞു. എഫ്ഐആർ പ്രകാരം നിരീക്ഷണ ഡ്യൂട്ടിയിലുള്ള ഒരു ഹെഡ് കോൺസ്റ്റബിൾ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ 2019 സെപ്റ്റംബർ 18 രാത്രി 9 മണിയോടെ ഒരു പോലീസ് സംഘം സന്ദീപ് പാലസ് ബാറും റെസ്റ്റോറന്റും റെയ്ഡ് ചെയ്തു. സ്ത്രീകൾ അശ്ലീലമായി നൃത്തം ചെയ്യുന്നതും ഉപഭോക്താക്കൾ വെയിറ്റർക്ക് പണം നൽകുന്നതും കണ്ടു. അതേസമയം തങ്ങൾ നിരപരാധികളാണെന്ന് ഹർജിക്കാർ പറഞ്ഞു. അവരുടെ അഭിഭാഷകരായ ലക്ഷ്മി രാമനും നൈജൽ ഖുറൈഷിയും വാദിച്ചത് ആ സമയത്ത് അവർ ബാറിൽ ഉണ്ടായിരുന്നതൊഴിച്ചാൽ വെയിറ്ററോട് പണം എറിയാൻ ആവശ്യപ്പെട്ട് സ്ത്രീകളെ നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തതിന് കുറ്റപത്രത്തിൽ യാതൊരു തെളിവുമില്ലെന്ന് വാദിച്ചു. കേവല സാന്നിധ്യം കുറ്റകൃത്യത്തെ സഹായിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും കാരണമാകില്ലെന്ന് അവർ പറഞ്ഞു. കുറ്റകൃത്യം നടന്ന സ്ഥലത്തുണ്ടായിരുന്നത് മാത്രമല്ല, സ്ത്രീകളുടെ മേൽപ്പണം വാരിയെറിഞ്ഞ അശ്ലീലമായി നൃത്തം തുടരാൻ അവരെ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തതിനാൽ പുരുഷന്മാർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസുമെന്ന് പ്രോസിക്യൂട്ടർ മംഗുവൻവർ ദേശ്മുഖ് പറഞ്ഞു. എഫ്ഐആറിൽ യുവതികൾ നൃത്തം ചെയ്യുമ്പോൾ ഹർജിക്കാരെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഉപഭോക്താക്കളായാണ് കാണിച്ചിരിക്കുന്നതെന്ന് ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വെയിറ്ററെ പരിശോധിച്ചിരുന്നില്ല. ഉപഭോക്താക്കൾ വെയിറ്റർക്ക് ഇന്ത്യൻ കറൻസി നോട്ടുകൾ നൽകിയപ്പോൾ ഹർജിക്കാരും ഇടപാടുകാരും ഉൾപ്പെട്ടിരുന്നുവെന്നും നൃത്തം ചെയ്യുന്ന സ്ത്രീകളുടെ മേൽ അത് ഊതാൻ പ്രത്യേക നിർദ്ദേശത്തോടെ കറൻസി നോട്ടുകൾ മാത്രമാണ് അവർ വെയിറ്റർക്ക് നൽകിയതെന്നും കാണിക്കാൻ ഒരു കാര്യവുമില്ല എന്നും വാദിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ IPC വകുപ്പുകൾ ആകർഷിക്കാൻ മറ്റൊരു വ്യക്തമായ പ്രവൃത്തിയും ആരോപിക്കപ്പെട്ടിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. സമാനമായ ഒരു കേസിലെ ബോംബെ ഹൈക്കോടതി വിധിയെ പരാമർശിച്ച് തീരുമാനം നിലവിലുള്ള കേസിന് വ്യക്തമായി ബാധകമാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.